പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ ഗുരുതര ആരോപണവുമായി ആത്മഹത്യ ചെയ്ത വയനാട് DCC മുൻ ട്രഷറർ NM വിജയന്റെ കുടുംബം. വിഷം കഴിച്ച ശേഷം അച്ഛൻ തന്ന കത്തുമായി വി ഡി സതീശനെയും K സുധാകരനെയും പോയി കണ്ടു. ഇതിൽ വി ഡി സതീശന്റെ പെരുമാറ്റം പൊതുമധ്യത്തിൽ പറയാൻ പോലും പറ്റാത്തതാണെന്ന് മകൻ വിജേഷ് പറയുന്നു. K മുരളീധരൻ കാട്ടിയ മര്യാദ KPCC നേതാക്കൾ കാട്ടിയില്ല. നേരിൽ കണ്ടപ്പോൾ വിഷയം ചർച്ച ചെയ്യുമെന്നാണ് K സുധാകരൻ പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ പറയുന്നത് കത്ത് വായിച്ചിട്ട് പോലുമില്ല എന്നാണ്. നേതാക്കളുടെ പ്രതികരണം ഷോക്കായി പോയെന്ന് മരുമകൾ പ്രതികരിച്ചു. ഗുരുതരമായി ഇത്ര ദിവസം കഴിഞ്ഞു, എന്നിട്ട് ഇപ്പോൾ അത് അറിഞ്ഞു പുറത്തു വന്നപ്പോഴും അവർ വളരെ നിസ്സാരമായിട്ടാണ്. അതിൻ്റെ ഒരു ഷോക്ക് കുടുംബങ്ങൾക്ക് ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും അത് ആ കത്ത് വ്യാജമാണെന്നൊക്കെ പറയുന്ന സമയത്ത് അച്ഛൻ്റെ കൈപ്പടയിൽ അച്ഛൻ തന്നെ എഴുതിയിരിക്കുന്ന ലെറ്ററാണ്. കാരണം അച്ഛൻ ഒരുപാട് ഇപ്പോൾ മുനിസിപ്പാലിറ്റി കൗൺസിലറൊക്കെ ആയിരിക്കുന്ന സമയത്ത് തന്നെ അച്ഛൻ്റെ ഹാൻഡ് റൈറ്റിംഗ് എല്ലാവർക്കും ഒരുവിധം അച്ഛൻ അറിയുന്നവർക്ക് എല്ലാവർക്കും സുപരിചിതമായിരിക്കുമല്ലോ അച്ഛൻ്റെ ഹാൻഡ് റൈറ്റിംഗ്. പിന്നെ ഇത്രയും ദിവസം നമ്മളത് കാണിക്കാത്തതിൻ്റെ കാരണം നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ എന്നിട്ട് പോലും ഞങ്ങളെ കൂടെ നിൽക്കാതെ ആ കത്ത് വ്യാജമാണ്, ഞങ്ങൾ കെട്ടിച്ചമച്ചുണ്ടാക്കുന്നതാന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ അതിനൊക്കെ പുറമെ നമ്മൾ നേരിട്ട് കൊണ്ടുപോയി കൊടുത്ത സാധനം അവർ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഷോക്കായിപ്പോയി. ഞങ്ങൾ നേരിട്ട് കൊടുത്ത സാധനം പെട്ടെന്നില്ല എന്ന് പറയുമ്പോഴേ, കണ്ടിട്ടില്ല കേട്ടിട്ടില്ല എന്ന് പറയുമ്പം ഭയങ്കര വിഷമമായി. ഈ സംസ്ഥാന നേതാക്കൾ ആരും വിളിക്കുകയോ എന്തെങ്കിലും? ഇല്ല, ആരും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു പ്രശ്നം ഇന്നലേക്ക് ശേഷവും വിളിച്ചിട്ടില്ല, അച്ഛൻ്റെ മരണശേഷവും വിളിച്ചിട്ടില്ല ആരും. ഇപ്പം നിങ്ങൾ നിയമപരമായി മുന്നോട്ട് പോകുക എന്നുള്ളതിന്? അതെ അങ്ങനെ തന്നെയാണ് വിചാരിച്ചിരിക്കുന്നത്. കാരണം ഇത് തെളിയണമല്ലോ, ഇത്രയും ബാധ്യതയും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ. അപ്പം ആരാണോ അതിൻ്റെ കുറ്റവാളികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്നെ അത് തീർക്കണം. കൂടെ നടന്ന ആളുകളെ നിങ്ങൾ പിന്തുണയ്ക്ക് വിളിച്ചപ്പോഴാണല്ലോ അല്ലേ അവർ അറിയില്ല എന്ന് കൈമലർത്തി കാണും? അതെ, ആ കത്തിന മെൻഷൻ ചെയ്തിരിക്കുന്ന ആളുകളെ നമ്മൾ നേരിട്ട് പോയി കാണുകയും അങ്ങനെ പറയുകയാണല്ലോ. അതിനകത്ത് ഇപ്പോൾ കുറ്റവാളികൾ എന്ന് ആരോപിക്കപ്പെട്ടവരെ നമ്മൾ നേരിട്ട് പോയി അവരോടും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവരും പറയുന്നത് ഇപ്പം നമ്മൾ വന്നിട്ടില്ല, അവർ കത്ത് കണ്ടിട്ടില്ല, ആ കത്തിൽ തന്നെ അവരെ പേരുണ്ടായിരുന്നെങ്കിൽ അവരത് മറച്ചു വയ്ക്കാൻ നോക്കില്ലായിരുന്നു എന്നൊക്കെയാണ് ചോദിക്കുന്നത്. പക്ഷേ റിയാലിറ്റി നമുക്കറിയാലോ, നമ്മൾ പോയതാണ്. സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ വളരെ നിസ്സാരമായിട്ടാണ് ഈ മരണത്തെയൊക്കെ കാണുന്നത്. അതെ അതിന് നമുക്കിപ്പോൾ മനസ്സിലാവുന്നേ. കാരണം അന്ന് ജീവിച്ചിരിക്കുമ്പം പോലും അച്ഛനത് അന്നൊരു നീതി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴും എൻ്റെ മരണത്തിനെങ്കിലും കഴിഞ്ഞ് എൻ്റെ മക്കളെങ്കിലും രക്ഷിക്കണേന്നാണ് ആ കത്തിനകത്ത് വ്യക്തമായിട്ട് അച്ഛൻ പറയുന്നുണ്ട്. കാരണം ആ ഒരു വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കുമല്ലോ ഇപ്പോൾ ഒരു പ്രതീക്ഷ, ഞാൻ മരിച്ചാലെങ്കിലും കുടുംബം രക്ഷപ്പെടുന്നുള്ളൊരു പ്രതീക്ഷയായിരിക്കും. പക്ഷെ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് ഭയങ്കര വിഷമമുള്ള കാര്യം തന്നെയാണ്. കാരണം 10-50 വർഷക്കാലം കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടിയിട്ട് കുറച്ച് പേര് അറിയപ്പെടുന്നൊരു വ്യക്തിയല്ലേ. സാധാരണ ഒരു മരണമാക്കി അതിനെ മാറ്റുന്നതിൽ വിഷമമുണ്ട്. ഇപ്പം ഞെട്ടിച്ചിട്ടുണ്ടാവുക, ഇപ്പോൾ ഈ ഇതിനോട് നേതാക്കളുടെ ഒരു പ്രതികരണം ആണ് നിങ്ങളെ ഞെട്ടിച്ചിട്ടുണ്ടാവുക അല്ലേ? എന്തായിരുന്നു അങ്ങനെ കൊടുത്തപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ എനിക്ക് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. അന്ന് വിഷം കഴിച്ച സമയത്ത് പോലും ഇതിനെപ്പറ്റി അവർ പ്രതികരിച്ചില്ല എന്നുള്ളത്, പിന്നെ അന്ന് അതിനെപ്പറ്റി ചിന്തിക്കാനുള്ളൊരു സമയമല്ലായിരുന്നു എനിക്ക്. പക്ഷേ പിന്നെ മരണം നടന്ന് അത് ചടങ്ങുകൾക്ക് പോലും അതിൻ്റെ ഒരു ഇതുപോലും പറഞ്ഞില്ല എന്നുള്ളതാണ്. നേതാക്കന്മാർ വന്നിട്ടുണ്ടായിരുന്നു, മുരളിയേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു, K മുരളീധരൻ. കാരണം മൂപ്പരെ കൂടെയൊക്കെ അത്രയും നല്ല ഇതിൽ പ്രവർത്തിച്ചാണ്. അവർ കാണിച്ചൊരിത് പോലും ഈ പറഞ്ഞ ബാക്കി ആരും കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഭയങ്കര വിഷമമുണ്ടാക്കുന്നൊരു ഇതാണ്. പ്രതികരിക്കുന്നത് വളരെ നിസ്സാരമായ ഒരു മരണം എന്നുള്ള നിലയിലാണല്ലോ സംസ്ഥാന നേതാക്കൾ. നിങ്ങൾ നേരിട്ട് പോയി കണ്ടല്ലേ? ആരൊക്കെ കണ്ടു, എന്തൊക്കെ പറഞ്ഞു? വി ഡി സതീശനെ കണ്ടു, K സുധാകരൻ അവരെയും കണ്ടവർക്ക് ലെറ്റർ കൈമാറിയിട്ടാണ് വന്നത്. അപ്പോഴും വി ഡി സതീശൻ്റെ പ്രതികരണമൊന്നും നമുക്ക് എവിടെയും ഇതിൽ പോലും പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഇതാണ്. കാരണം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർ എങ്ങനെ കാണുന്നു എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മളെ കാഴ്ചപ്പാട് അവരെത്തിയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഈ സത്യാവസ്ഥ നിൽക്കുന്നത്. സുധാകരൻ സംസാരിച്ചപ്പം നെഗറ്റീവായിട്ടൊന്നും പറഞ്ഞില്ല, നമ്മൾ ചർച്ച ചെയ്ത് നോക്കട്ടെ എന്ന രീതിയിലാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പം പറയുന്നത് ഞാൻ കത്ത് പോലും കൊടുത്ത് വായിച്ചു നോക്കിയിട്ടില്ല എന്നാണ് പറയുന്നത്. അതാണ് ഇപ്പം നിങ്ങൾക്ക് കുടുംബങ്ങളെ നിലയിൽ വേറെ തരത്തിൽ വിഷമം ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിൻ്റെ വഴിക്ക് പോട്ടെ, അല്ലാണ്ട് ഇപ്പം എനിക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. നിയമത്തിൻ്റെ വഴിക്ക് തന്നെ പോകാനാണ് തീരുമാനിച്ചത് അല്ലേ?
മീനങ്ങാടി ഓഫീസിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട് വിജിലൻസിൻ്റെ. ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് പോയി കണ്ടു നോക്കട്ടെ. രതീഷ് വാസുദേവനുണ്ട് വിവരങ്ങളുമായി. കോൺഗ്രസ് വലിയ പ്രതിരോധത്തിലാവുകയാണല്ലോ രതീഷ്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, ഈ വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട് വിജയന്റെ എല്ലാ പ്രതിസന്ധികളും നേതൃത്വത്തിന് അറിയാമായിരുന്നു, കോൺഗ്രസിന് അറിയാമായിരുന്നു എന്നുള്ളതാണ് ഈ കുടുംബം പറയുന്നത്. നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കുടുംബത്തിന്റെ തീരുമാനം. അതിന് തീർച്ചയായും ഒഴിഞ്ഞു മാറാനാവാത്ത പ്രതിസന്ധിയിൽ തന്നെയാണ് കോൺഗ്രസ് പെട്ടിരിക്കുന്നത്. കാരണം ഈ സംസ്ഥാന നേതൃത്വത്തിനുൾപ്പെടെ വളരെ വ്യക്തമായ രീതിയിൽ ഇതിൻ്റെ സാമ്പത്തിക സാഹചര്യം, അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ സാഹചര്യമൊക്കെ പലവട്ടം ബോധ്യപ്പെടുത്തി എന്ന് NM വിജയൻ്റെ കത്തിലുണ്ട്. അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളൊക്കെ തന്നെ ആ രീതിയിൽ സംസാരിക്കുകയുണ്ടായി. കത്ത് പുറത്തു വന്നതോടെ പേരെടുത്ത് തന്നെ NM വിജയൻ അത് ആവശ്യപ്പെട്ടിരിക്കുന്നു. പ്രതിസന്ധിയിൽ രക്ഷിക്കണമെന്ന് KPCC പ്രസിഡന്റിനോട് യാചിക്കുന്ന തരത്തിലുള്ള കത്ത് ഉൾപ്പെടെ നമ്മുടെ മുന്നിലുണ്ട്. ഈ സമയത്ത് ഈ കത്തിൽ സംശയം പ്രകടിപ്പിച്ചാണ് ഇപ്പോൾ ജില്ലാ സംസ്ഥാന നേതാക്കൾ രംഗത്തെത്തിയെന്നാണ് കുടുംബത്തെ ഏറെ വിഷമത്തിലും പ്രതിഷേധത്തിലുമാക്കുന്നത്. മാത്രവുമല്ല, നേരിട്ടെത്തി ഈ കത്തും കാര്യങ്ങളും ബോധിപ്പിച്ച് ഇതിൻ്റെ വിഷമാവസ്ഥ ബോധിപ്പിച്ചിട്ട് പോലും കാര്യമായ ഒരു പരിഗണന തങ്ങൾക്ക് ലഭിച്ചില്ല. തങ്ങളുടെ അച്ഛൻ്റെ മരണശേഷവും നീതി ലഭിക്കുന്നില്ല. കാരണം 50 വർഷക്കാലം കോൺഗ്രസിന് വേണ്ടി ജില്ലയിൽ പ്രവർത്തിച്ച ഒരു നേതാവായിരുന്നു. ആ ഒരു തരത്തിലുള്ള പരിഗണനയും നൽകാതെ തങ്ങളെ അവഗണിക്കുന്ന ഒരു സമീപനമാണ് ഉണ്ടായത്. ഒരു അനുശോചനം പോലും സംസ്ഥാന നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. കെ മുരളീധരൻ മാത്രമാണ് വീട്ടിലെത്തി തങ്ങളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചത്. എന്തായാലും അത്തരത്തിലുള്ള പ്രതിഷേധമാണ്. മാത്രവുമല്ല, VD സതീശനെതിരെയൊക്കെ അദ്ദേഹത്തിൻ്റെ മകൻ വിജേഷ് നേരിട്ട് പോയി കണ്ടതാണ്. വിജേഷ് തന്നെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രതികരണം അങ്ങനെ പങ്കുവയ്ക്കാൻ പോലും പറ്റില്ല, അദ്ദേഹത്തിൻ്റെ പ്രതികരണം വളരെ മോശമായിരുന്നു എന്ന അർത്ഥത്തിലാണ് വിജേഷ് നമ്മളോട് സംസാരിച്ചത്. കെ സുധാകരൻ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് ആ കത്ത് പോലും താൻ കണ്ടില്ല എന്ന് വളരെ നിസ്സാരമായി ആണ് പ്രതികരിച്ചത്. ഇതെല്ലാം തന്നെ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം ഉൾപ്പെടെ ഇതിനെ കാര്യമായി ഗൗനിക്കുന്നില്ല, ഈ വിഷയത്തെ അവഗണിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ഇപ്പോൾ കുടുംബം ആരോപിക്കുന്നത്. തീർച്ചയായും സംസ്ഥാന നേതൃത്വത്തിന് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ഈ ദുരൂഹത വർദ്ധിപ്പിക്കുന്ന തരത്തിലാണ് നേതാക്കളുടെ പെരുമാറ്റം. ഒരു വശത്ത് അന്വേഷണത്തിന് കൃത്യമായി സഹകരിക്കും, അല്ലെങ്കിൽ അന്വേഷണം നടത്തണമെന്ന് പറയുമ്പോൾ തന്നെ പല കാര്യങ്ങളിലും വ്യക്തത ഇല്ലാതെയാണ് സംസാരിക്കുന്നത് ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും എന്ന് തന്നെ ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. IC ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ഈ സമഗ്രമായ അന്വേഷണം നടത്തട്ടെ, തൻ്റെ പേര് എങ്ങനെ അതിൽ വന്നു എന്നറിയില്ല, ഈ NM വിജയന് സാമ്പത്തിക പ്രശ്നങ്ങളുള്ളതായിട്ട് അറിയില്ല എന്നൊക്കെ ആവർത്തിക്കുകയാണ് IC ബാലകൃഷ്ണൻ MLA യും അതുപോലെ ജില്ലാ പ്രസിഡൻ്റായിട്ടുള്ള DCC ജില്ലാ പ്രസിഡൻ്റായിട്ടുള്ള NTR അപ്പച്ചൻ ഉൾപ്പെടെയുള്ളവർ. അതുകൊണ്ട് തന്നെ വലിയ ദുരൂഹത വർദ്ധിപ്പിക്കുന്ന രീതിയിലാണ് നേതാക്കളുടെ പെരുമാറ്റം. അത് കൂടുതൽ പ്രതിസന്ധിയിൽ കോൺഗ്രസിനെ ആക്കുമെന്ന് ഉറപ്പാണ്. വരും ദിവസങ്ങളിൽ വലിയ പ്രതിസന്ധികളിലും വിവാദങ്ങളിലേക്കും വരും. CPM ഇത് രാഷ്ട്രീയമായി തന്നെ ആയുധമാക്കി എടുത്തു കഴിഞ്ഞു. നാളെ LDFൻ്റെ നൈറ്റ് മാർച്ച് ഉൾപ്പെടെയുണ്ട്. മാത്രവുമല്ല, DYFI IC ബാലകൃഷ്ണൻ MLA എല്ലാ പൊതുപരിപാടികളും തടയുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വലിയ രാഷ്ട്രീയ യുദ്ധത്തിലേക്ക് വയനാട് മാറുമെന്ന് ഉറപ്പാണ്. ഇന്ന് നിയമപരമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് NM വിജയൻ്റെ മകനും മൂത്ത മകനും കുടുംബവും തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് വിജിലൻസ് DYSP ഷാജി വർഗീസ് നേതൃത്വത്തിലുള്ള മൊഴിയെടുക്കൽ ആരംഭിച്ചിട്ടുണ്ട്. മീനങ്ങാടിയിലെ വിജിലൻസ് ഓഫീസിലാണ് വിജേഷ് എത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിൽ നിന്ന് വിശദമായി ഇത് സംബന്ധിച്ച് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്വമേധയെടുത്ത കേസാണ്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ വിശദമായി മൊഴിയെടുക്കുമെന്നാണ് അറിയുന്നത്. ഇപ്പോൾ മൊഴിയെടുപ്പ് എനിക്ക് പുറകിലുള്ള മുകളിലുള്ള ഓഫീസിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, മീനങ്ങാടിയിലെ വിജിലൻസ് ഓഫീസിൽ. എന്തായാലും നിയമപരമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കുടുംബം തീരുമാനിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സംസ്ഥാന നേതൃത്വത്തിന് NM വിജയൻ്റെ ഈ ആത്മഹത്യ ഒരു സ്വാഭാവിക ആത്മഹത്യയാണ്, ഒരു വ്യക്തിയുടെ പ്രശ്നമായി മാത്രം അവഗണിക്കാൻ കഴിയില്ല ഇനി വരും ദിവസങ്ങളിൽ നിന്ന് ഉറപ്പായി. കാരണം വലിയ ആക്ഷേപങ്ങളാണ് VD സതീശനെതിരെയും സംസ്ഥാന കോൺഗ്രസ് പ്രസിഡന്റ് K സുധാകരനെതിരെയും കുടുംബം പോലും ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാവില്ല. കൃത്യമായ ഒരു രാഷ്ട്രീയ മറുപടി അല്ലെങ്കിൽ വിശദീകരണം നേതൃത്വം ഉൾപ്പെടെ നൽകേണ്ട സാഹചര്യം നിലവിലുണ്ട്. അതുതന്നെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയമായി ഇതിനെ എങ്ങനെ കോൺഗ്രസ് പ്രതിരോധിക്കും, എന്ത് വിശദീകരണം കോൺഗ്രസ് നൽകും എന്നൊക്കെയുള്ളതാണ് ഇതുവരെ നൽകിയ വാദങ്ങൾ, ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ പൊളിയുന്ന കാഴ്ചകളാണ് ഓരോ ദിവസവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രതീഷ്, അതായത് ഈ കുടുംബം പറയാതെ പറഞ്ഞു വെക്കുന്നത് അവരുടെ പിതാവ് കടക്കാരനായത് കോൺഗ്രസിന് വേണ്ടി, പാർട്ടിക്ക് വേണ്ടിയാണ് എന്നുള്ളതാണ്.
അതിന് തീർച്ചയായും അത് വിജേഷിൻ്റെ ഭാര്യ പത്മജയും പറഞ്ഞു. അച്ഛന് ചില ചെറിയ കടങ്ങളുണ്ട് എന്ന് അറിയാം, പക്ഷേ അതിന് വീട്ടാനുള്ള സമ്പത്ത് ഞങ്ങളുടെ അടുത്തുണ്ട്. പക്ഷേ ഇത്രയും വലിയ ബാധ്യത ആണ് അച്ഛനെന്ന് അറിയുന്നത് ഈ കത്തിലൂടെയാണ്. ഇത് ഞങ്ങളെ വല്ലാതെ അങ്കലാപ്പിലാക്കി. കാരണം അച്ഛൻ പോലും പലപ്പോഴും പറഞ്ഞിട്ടില്ല. അതുമാത്രമല്ല, ആ കത്തിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ട് 10 ദിവസം എൻ്റെ മരണത്തിന് ശേഷം എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ 10 ദിവസത്തിന് ശേഷം പാർട്ടി നേതാക്കളെ അറിയിച്ച് 10 ദിവസം നീ കാത്തിരിക്കണം. ഒരു കാരണവശാലും ആരെയും ഇത് പുറത്തറിയിപ്പിക്കരുത്. അത് പാർട്ടിക്ക് നാണക്കേടാണ്, പാർട്ടിക്ക് മാനക്കേടുണ്ടാക്കും. അതുകൊണ്ട് നേതാക്കളോട് പറഞ്ഞ് ക്ഷമാപൂർവ്വം കാത്തിരിക്കണം. അതിനുശേഷം മാത്രമേ നീ ഇത് പോലീസിനെ അറിയിക്കാൻ പാടുള്ളൂ, പത്രപ്രവർത്തകരെ അറിയിക്കാൻ പാടുള്ളൂ എന്ന് വ്യക്തമായി എൻ. എം. വിജയൻ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന് കൃത്യമായ ധാരണകളുണ്ട്. ഈ പ്രശ്നത്തിൽ താൻ അകപ്പെട്ടു എന്ന നല്ല ബോധ്യത്തോടു കൂടി തന്നെയാണ്, അതിൻ്റെ സമ്മർദ്ദത്തിൽ തന്നെയാണ് അദ്ദേഹം ആത്മഹത്യയുടെ വഴി സ്വീകരിച്ചതെന്ന് ആ കത്തിൽ നിന്ന് വ്യക്തമാണ്. ഇത് പാർട്ടിക്ക് വേണ്ടി തന്നെയാണ്, പാർട്ടിക്ക് വേണ്ടി ഇത്തരത്തിൽ ബാങ്ക് നിയമനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ലക്ഷങ്ങൾ കോഴ വാങ്ങാൻ അല്ലെങ്കിൽ പണം വാങ്ങാൻ ഇടപാടുകാരനായത് എൻ. എം. വിജയനാണ്. പാർട്ടിയുടെ ജില്ലാ ട്രഷററാണ് എന്ന നിലയിൽ തന്നെ അദ്ദേഹത്തെ മുൻനിർത്തിയാണ് ജില്ലാ നേതാക്കൾ, ഈ ആരോപിതരായിട്ടുള്ള IC ബാലകൃഷ്ണൻ MLA, അതേപോലെ തന്നെ ND അപ്പച്ചൻ ഉൾപ്പെടെയുള്ളവർ പണം വാങ്ങിയത് എന്ന് തന്നെയാണ് എൻ. എം. വിജയൻ ആ കത്തിൽ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഈ കത്ത് തരത്തിൽ സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ജില്ലാ നേതാക്കളും IC ബാലകൃഷ്ണൻ MLAയും അതേപോലെ ND അപ്പച്ചൻ ഉൾപ്പെടെയുള്ളവർ അതിനെ പ്രതിരോധിക്കുന്നുവെങ്കിലും അത് ദുർബലമാണ് ആ പ്രതിരോധം എന്നാണ് മനസ്സിലാവുന്നത്. ഈ ഫോറൻസിക് പരിശോധനയ്ക്ക് ഉൾപ്പെടെ ഈ കത്ത് എന്താണ്, വ്യാജമാണോ എന്ന് വളരെ എളുപ്പത്തിൽ മനസ്സിലാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ വാദങ്ങൾ പ്രതിരോധം ഉയർത്തുന്നത് ദുർബലമാണ് കോൺഗ്രസ് നേതൃത്വം. പാർട്ടിക്ക് വേണ്ടി തന്നെയാണ് തൻ്റെ പിതാവ് ഈ പണം വാങ്ങിയത്, ആ കടക്കാരനായത്. നിലവിൽ 65 ലക്ഷം രൂപ പലിശ ഇനത്തിലടക്കം അദ്ദേഹത്തിൻ്റെ വീട് പണയപ്പെടുത്തി ബത്തേരി അർബൻ ബാങ്കിൽ ലോൺ പുതുക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. ഇതിനൊക്കെ തെളിവുകളുണ്ട്, വസ്തുതാപരമായി നമ്മുടെ മുന്നിലുള്ള കാര്യങ്ങൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ പാർട്ടിക്ക് വേണ്ടി, കോൺഗ്രസിന് വേണ്ടി തന്നെയാണ് എൻ. എം. വിജയൻ ഈ പണം വാങ്ങിയതെന്ന് ബോധ്യമായ സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും പാർട്ടി തന്നെ ഇതിന് മറുപടി പറയേണ്ടി വരും.